വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് നെക്സോ അരീന ടോക്സ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോക്ക് നിങ്ങൾ തന്ന സ്വീകാര്യത്തിന് നന്ദി. കൂടാതെ നിങ്ങൾ തന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്കും നന്ദി. അതെല്ലാം നമ്മൾ പരിഗണിച്ച് കൂടുതൽ മെച്ചപ്പെട്ട് വീഡിയോകൾ ചെയ്യാനാണ് ശ്രമം. അപ്പോൾ ഇന്നത്തെ നെക്സോ അരീന ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെക്സോ അരീന ടോക്സിൽ ഞങ്ങൾ ഇന്ന് കണ്ട ഏക്കോ എന്ന സിനിമയെ പറ്റിയാണ്. അതിൻ്റെ ചെറിയ ഒപ്പീനിയനാണ് ഈ വീട്ടിൽ പറയുന്നത്. കിഷ്കിന്ധാകാന്ഡം അവരുടെ ടീം ഒന്നിക്കുന്ന അടുത്ത പടമാണ് ഏക്കോ. അപ്പോൾ അത് തന്നെ ഈ പടം കാണാൻ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്വദേശം പറവൂരാണ്, അവിടെ ഷഫാസ് തിയേറ്ററിൽ പോയാണ് കണ്ടത്. 11 മണിയുടെ ഷോ ആണ് കണ്ടത്. ഒരു വളരെ കുറച്ച് പ്രഷർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കിഷ്കിന്ധാകാന്ഡം അല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡത്തിനോട് സിമിലറായിട്ട് ആ സിനിമ നമ്മൾക്ക് എന്താണോ അഫക്റ്റ് ചെയ്യുന്നത് അത് ഈ സിനിമയ്ക്കും അവർക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഏക്കോ. ഇതിൻ്റെ കഥയൊന്നും നമുക്ക് ഒരു ഒപ്പീനിയനിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കിഷ്കിന്ധാകാന്ഡം നൽകിയ എഫക്റ്റ്, ആ കിഷ്കിന്ധാകാന്ഡം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് തന്ന എഫക്റ്റ് നിങ്ങൾക്ക് കോരിത്തെരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയും അതിനോട് നീതി പുലർത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എടുത്തു പറയേണ്ടത് സന്ദീപ് വാര്യർ അടക്കമുള്ള അഭിനേതാക്കളുടെ മികച്ച പ്രകടനം. കൂടാതെ നമുക്ക് ആ സ്പേസ്, ഒരു കാടും അതിന് ചുറ്റിപ്പറ്റിയുള്ള സ്പേസുമാണ് ഇതിനകത്ത് കൂടുതലും കാണിക്കുന്നത്. നമുക്കത് ഫീലാകും. നമ്മൾ ആ കാടിലാണ് അല്ലെങ്കിൽ ആ പ്രദേശത്താണ് നമ്മളെന്നുള്ളത് ഫീൽ ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. ത്രില്ലിങ് എലമെൻറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. സ്ലോ ബേണറാണ്, പക്ഷേ ആ സ്ലോനെസ് വർത്ത് ദ വാച്ചാണ്. നമ്മൾ അവസാനത്തോടെ എത്തുമ്പോൾ ഇതിനകത്ത് കുര്യച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിന് നൽകുന്ന ബിൽഡപ്പ്, കൂടാതെ സന്ദീപ് വാര്യരുടെ ക്യാരക്ടർ, ഒരു ലേഡി ഉണ്ട് പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ. അതായത് ഈ സിനിമയിൽ വന്നു പോകുന്ന ഓരോ ക്യാരക്ടറും പ്രാധാന്യമുള്ളതാണ്. അവർക്ക് ഈ സ്റ്റോറിയിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അല്ലാതെ ചുമ്മാ പോകുന്ന ഒരു കഥാപാത്രം പോലും ഇതില്ല. ടൈറ്റായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഏകദേശം 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ളൂ. നിങ്ങളെ പിടിച്ചിരുത്തുന്ന ഒരു മികച്ചൊരു ത്രില്ലറായിരിക്കും എക്കോ. ഈ സിനിമയിലെ ക്യാരക്ടറിനോളം പ്രാധാന്യമുള്ളതാണ് ഇതിനകത്തെ ഡോഗ്സ് എന്ന് പറയുന്നത്. ഡോഗ്സ് ഒരു ക്യാരക്ടറാണ്. ആ ഡോഗ്സ് നമ്മൾ ഭീതിപ്പെടുത്തും. ചിലപ്പോൾ നമുക്ക് ഇത് ഒരു ഡോഗ് ലവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ ഫീൽ തോന്നും. അതായത് കേരള ക്രൈം ഫയൽസ് സീസൺ 2 ഡോഗ്സിനെ എങ്ങനെയാണോ അവതരിപ്പിച്ച് ഇതൊരു മറ്റൊരു വേർഷനാണ്. ഇതിനകത്ത് കുറേ ഇന്നർ ലേയേഴ്സും ഇവരിത് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാനും ഡിസ്കസ് ചെയ്യാനും ഉണ്ട് ഈ പടം. അതായത് ഒരു പ്രാവശ്യത്തെ വാച്ചിലല്ലാതെ പിന്നീടും നിങ്ങൾ ഈ ക്യാരക്ടറിനെ പറ്റി ആലോചിക്കാനും ഇതിനകത്ത് അത് ഇന്നർ ലെയറൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യത ഉള്ളൊരു സിനിമയാണ്. കൂടാതെ ഇതിനകത്ത് വിദേശ ലൊക്കേഷൻ എന്നും പറഞ്ഞ് കാണിച്ചേക്കുന്ന രംഗങ്ങളുണ്ട്. അറിയില്ല എനിക്കത് വിദേശത്തായിട്ടാണ് ഷൂട്ട് ചെയ്തത്, പക്ഷേ അവിടുത്തെ ഒരു സീനുകളുണ്ട്. അത് കിടിലനായിരുന്നു. പിന്നെ കാടും മലയും തണുപ്പും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം കുറേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നേച്ചർ ലവറാണെങ്കിൽ കാണാൻ അടിപൊളിയായിട്ട് ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരേ സമയം നമ്മളെ കാട് ഭീതിപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ ഈ സിനിമ നമ്മളെ ഭീതിപ്പെടുത്തുകയും ചെയ്യും, അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് ധാരാളം സസ്പെൻസുകൾ തരും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ ആസ്വദിക്കണം എന്നാണ് എൻ്റെ ഒരു ഇതാണ് എനിക്ക് ഈ പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം. ഇനി നമുക്ക് അടുത്ത ഒരു സിനിമയുടെ വിശേഷം ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.